അവസാനം സാക്ഷാൽ അഖിൽ മാരാർ തന്നെ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി. ആദ്യം ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഒരു കേസ് അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ മറുപടി എന്ന നിലയിൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയേണ്ട ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. അവസാനം സാക്ഷാൽ മുഖ്യൻ തന്നെ അതിന് മറുപടി പറയുകയും ചെയ്തു. ഒരുപാട് ജനങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും അദ്ദേഹത്തിന്റെ പോസ്റ്റിനടിയിൽ കമന്റുകൾ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണെങ്കിൽ ഞാനും 1 ലക്ഷം രൂപ ഇതിലേക്ക് സംഭാവന ചെയ്യാമെന്ന് അദ്ദേഹം എഡിറ്റ് ചെയ്ത് ആ പോസ്റ്റിനോടൊപ്പം ചേർക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യൻ തന്നെ മറുപടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും 1 ലക്ഷം രൂപ നൽകുകയും അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഒരു പോസ്റ്റും കൂടി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വരുന്ന തുകയുടെ പേരിൽ സഖാക്കന്മാരുടെ കീശ വീർക്കാൻ കാരണമായാൽ അതിനും മുഖ്യൻ ഉത്തരം പറയേണ്ടി വരുമെന്ന രീതിയിലും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. എന്തു തന്നെയായാലും ഏത് മേഖലയിൽ നിന്നുള്ള ആളുകളായാലും വ്യക്തതയോടെയും കൃത്യമായും മുഖ്യമന്ത്രിയോട് പോലും ചോദിക്കേണ്ട ചോദ്യങ്ങളെ ചോദിക്കുക തന്നെ ചെയ്തതിന്റെ പേരിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാവൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും ആദ്യം മുതലേ പല കോണുകളിൽ നിന്നും വന്നിരുന്നു. അതിനെതിരെ പ്രതികരിച്ച കലാരംഗത്ത് നിന്നുള്ള ഏക വ്യക്തിയും അഖിൽ മാരാർ തന്നെയാണ്. പിന്നെ എന്തൊക്കെ തന്നെ ആയാലും അഖിൽ മാരാർ ഒരിക്കൽ പോലും ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും തന്നെ സംഭാവന ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. 3 വീട് ഞാൻ തന്നെ വെച്ച് നൽകും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ദുരിതാശ്വാസ നിധിയിലൂടെ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന പണത്തിൽ വ്യക്തമായ കണക്കുകൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന വീട് വെക്കാനുള്ള പണം കൂടി ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തു തന്നെയായാലും പ്രതിപക്ഷം വ്യക്തമായ ജോലികൾ ചെയ്യാതിരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ശക്തരായ ജനങ്ങൾ അത്യാവശ്യം തന്നെയാണ് ഏതൊരു സംസ്ഥാനത്തിന്റെയും ഏതൊരു രാജ്യത്തിന്റെയും വികസനത്തിന്.